പെട്ടെന്നൊരു സ്നേഹം. നീന, ഒരു നിമിഷം ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്തുപോയി. ഒരുപാട് കിനാവുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു. ഒരുപാട് മോഹങ്ങൾ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടായിരുന്നു. അവസാനം ഒരു കാരണവുമില്ലാതെ നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഒരുപാട് നൊന്തു എനിക്ക്. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ കുഞ്ഞിനോട് എന്തോ സ്നേഹം തോന്നുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇനിയെങ്കിലും പറയൂ, ഈ കുട്ടി ഏതാണ്? ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല, നിന്നെയും കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, ഇതെന്റെ കുഞ്ഞാണോ? അല്ല. പിന്നെ? പിന്നെ ബോബിയുടേതല്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. എങ്കിൽ ആരുടേതാണ് കുട്ടി? അത് ഞാൻ പറയില്ല. പ്ലീസ്. ഞാൻ പറയില്ല. പ്ലീസ് പറയില്ല. നീ പറയണ്ടടി. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. എല്ലാം കെട്ടിപ്പൊട്ടിക്കോ. നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും. ഇങ്ങനൊരു കുഞ്ഞില്ല. എന്തൊരു ക്ലിയർ അറിയാം. ഡാഡി, അയ്യരെ ജയ, എല്ലാരും വാ. എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടിച്ചമച്ചൊരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഞാൻ ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളയും പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ കുഞ്ഞാണ്. ഇതിലുണ്ടായിരുന്നു. ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. ഇതിലുണ്ടായിരുന്നു. എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ. നീന എന്നോട് വാ. മാറാവിടെ. ആ കൈ മാതാവിന്റെ രൂപത്തിൽ. നീ സത്യം ചെയ്യ്, ഇതെന്റെ മകൻ ബോബിയുടെ കുഞ്ഞാണെന്ന്. സത്യം ചെയ്യ്. അതെ, ഇത് ഡാഡിയുടെ മോന്റെ കുഞ്ഞ് തന്നെ. അയ്യോ, ഞാൻ സത്യം ചെയ്യാം. ഇതെന്റെ കുഞ്ഞല്ല. എങ്ങനെ സത്യം ചെയ്യും? എങ്ങനെ വേണം സത്യം ചെയ്യാം? എന്ത് വേണം സത്യം ചെയ്യാം? എവിടെ വെച്ച് വേണം സത്യം ചെയ്യാം? എവിടെ തൊട്ട് വേണം സത്യം ചെയ്യാം? ആരുടെ മുമ്പിൽ വെച്ച് വേണം സത്യം ചെയ്യാം? ആരാടാ അച്ഛാന്ന് വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴും വിളിച്ചു. ഇവിടുന്നായിരുന്നോ? എന്ത് സത്യം ചെയ്യണം? എന്റെ വയറ്റിൽ ചെവി വെച്ച് കിടന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛാന്നുള്ള വിളി കേട്ടൂന്ന്? എപ്പോ? ഇല്ലെന്ന് മാതാവിനെ തൊട്ട് സത്യം ചെയ്യാമോ? അത് പിന്നെ സത്യം ചെയ്യടാ. ഡാഡി, അത് തമാശക്ക് പിന്നെ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന തമാശ. ഡാഡി ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുത്. ചീപ്പിനെസ് നിനക്ക് പ്രവർത്തിക്കാം അല്ലേ? എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്.
ബേബി വന്ന ഉടനെ ഈ വിവാഹം നടത്തിയേ പറ്റൂ. ചാക്കോച്ചനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ടേപ്പ് റെക്കോർഡർ ഒളിച്ചു വെക്കുന്ന ഞാൻ കണ്ടു. അത് ഓഫ് ചെയ്തിട്ട് തന്നെയാ ഞാൻ അത്രയും പറഞ്ഞത്. ആ സ്വിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അയ്യടാ, പാലും തേനും ഒലിക്കുന്ന ഒരു സ്നേഹം. കൊള്ളൻ. നീ ക്രിമിനലാണ്. ഒന്നാം തരം ക്രിമിനൽ. നോക്കിക്കോ, ഈ കളി അധികം നാൾ കളിക്കാൻ വിചാരിക്കണ്ട. എന്നെ എന്തിനാ ഇങ്ങോട്ട് പരീക്ഷിക്കുന്നത്? എന്താടാ, എന്താ കാണാൻ വന്നിക്ക? ടേപ്പ് നിക്കാറ് സോപ്പ് പൊട്ടി. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ബോബി അങ്കിളിനെ ഇഷ്ടമല്ലേ? അങ്കിള് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്കിളിനെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ ഇവിടെ വരുന്ന മാഷന്മാരെയൊക്കെ പുഷ്പം പോലെ ഓടിക്കുന്നതല്ലേ? അതുപോലെ ആ രാക്ഷസിയും കൊച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു തരൂ. എന്ത് വേണേലും അങ്കിള് തരും. ഈ ഭൂമിയിലുള്ള എന്ത് വേണേലും തരും. അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അത് വേണേലും തരും. ഏറ്റു. ഈ മാതാവാണ് സത്യം. എങ്കിൽ ഞങ്ങൾ ഏറ്റു. ഓക്കേ. സാർ, വീട്ടിലാർക്കും സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നു. ആർക്കറിയില്ല. ഉടനെ കൂടി ചെല്ലാൻ പറ. എന്താ പറ്റി? ഈ പിള്ളേര് ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളെ. ഒരു വെട്ടിയെത്തി കിട്ടോ? വെട്ടിയെത്തി. വെട്ടുകത്തിയാ? എന്തിനാ? ഒന്നും കാണുന്നില്ലല്ലേ? ഡോക്ടറെ വല്ലതും കിട്ടിയാ? എന്താ കാര്യം? എന്ത് ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറാ? കോടാലി മതിയോ? എന്താ കാര്യം? ആ നാശം പിടിച്ച പിള്ളേര് ആ അയ്യയുടെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. ആ മുഴുവൻ കയറി അയാളെ കാണാനില്ല. അത് മരിക്കും. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യടോ. സോറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ? ആ കലാവിന്റെ തലയിൽ കുടങ്ങാൻ വെട്ടിയിട്ട് എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ പെണ്ണിന്റെ തലയ്ക്ക് വീഴാൻ വേണ്ടിട്ട് വാതന്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരുന്നതാ. ആ പൊട്ടൻ തൂക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയപ്പോ അയാളുടെ തലയിൽ വീണു. കഷ്ടമായി പോയല്ലോടെ. തൊലി വിളിക്കണം, അതാ വേണ്ടത്. തൊലി ഞാൻ പൊളിച്ചരാം. എന്നിട്ട് എല്ലാത്തിനും ഇന്ന് ജീവനോടെ കെട്ടിത്തൂക്കി ഞാൻ. നിന്നോട് കൂടാ പറഞ്ഞ നിന്നോടല്ല. കൈകെട്ട്. വേണ്ട. ഈ തണ്ടി പരീക്ഷകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണ്. ഇനി വെറുതെ വിട്ടാ ഇവരൊക്കെ നിന്നേക്കാ വലിയ താൻ തോന്നികളാകും. മേലെ കാണിക്കോ ഇത്തരം പോക്കത്തരം? നിന്നോടാ ചോദിച്ചേ. തല്ലരുത്. കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അവകാശം കൊണ്ട് വന്നതല്ല. പലതും പരീക്ഷിച്ചില്ലേ ഇവരെ നന്നാക്കാൻ. എനിക്കൂടി ഒരു സന്ദർഭം തന്നൂടെ? തമ്പുരാൻ കർത്താവ് നേരിട്ടിറങ്ങി വന്നാൽ ഇവറ്റൊന്നും നന്നാകത്തില്ല. പിന്നല്ലേ നീ? സ്വന്തം അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തില് കർത്താവിന് എങ്ങനെ താല്പര്യം ഉണ്ടാവുക? ഒരു ചാൻസ് എനിക്ക് തരുന്നതില് ഡാഡിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഈ കുട്ടികൾ എന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ നന്നാക്കും. രണ്ടായാലും ഡാഡിക്ക് ലാഭമല്ലേ ഉള്ളൂ. ആദ്യം പറഞ്ഞേ നടക്കുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ആ ശ്രമിച്ചോ. അരവും കൂടെ ചേർന്ന് ഇന്നലെ വാകാതിരുന്നാ മതി. ഇനി ഈ വടി നമുക്ക് വേണ്ട. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ടീച്ചർ.